സംഘർഷമുണ്ടായാൽ വെറും 96 മണിക്കൂർ കൊണ്ട് ഭാരതത്തിൻ്റെ ശത്രു രാജ്യത്തെ, ഇന്ന് വലിയ വെല്ലുവിളിയൊക്കെ മുഴക്കി നിൽക്കുന്ന ആ രാജ്യത്തെ ചുരുട്ടിക്കൂട്ടും. വെറും 96 മണിക്കൂർ. ഇത് ഞാൻ പറയുന്നതല്ല, കണക്കുകൾ പറയുന്നതാണ്. കാരണം ഈ 4 ദിവസം അഥവാ ഒരു 100 മണിക്കൂറിന് താഴെ പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള ആയുധശേഖരമേ ആ രാജ്യത്തിൻ്റെ കൈവശമുള്ളൂ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അതായത് വെടിയുണ്ടകൾ, പീരങ്കി ഷെല്ലുകൾ, ബോംബുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ, അതായത് ശത്രുവിന് മാരകമായ പരിക്കേൽപ്പിക്കാൻ ഉതകുന്ന, അതിന് വേണ്ടുന്ന ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അവരുടെ കൈവശം വളരെ വളരെ കുറവാണത്രേ. അത് പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ വെടിയുണ്ടകളും പീരങ്കി ഷെല്ലുകളും അതുപോലെ തന്നെ മിസൈലുകളും മറ്റുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനൊരു വലിയ സംവിധാനം ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടാകും. അതില്ലാത്ത രാജ്യങ്ങൾ അത് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് അത് വാങ്ങും. അങ്ങനെയാണത് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപകരണ വശവുമുണ്ട്. അതിൻ്റെ ഇത്തരത്തിലുള്ള ഈ വെടിയുണ്ടകൾ, ഷെല്ലുകൾ പോലെയുള്ള മറ്റ് ഈ മാരകമായ പരിക്കേൽപ്പിക്കാൻ കഴിയുന്ന അത്തരം സാധനങ്ങളും ഉണ്ടാകും. ഈ അത്തരം സാധനങ്ങൾ ഈ ഓർഡിനൻസ് ഫാക്ടറികളിലാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് ഓർഡിനൻസ് ഫാക്ടറികൾ നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തുമുണ്ട്, പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അതൊക്കെ വളരെ രഹസ്യമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ചിലതൊക്കെ പുറത്തറിയാം, ചിലതൊന്നും പുറത്തറിയില്ല. എവിടെയാണ് ഇതെന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്നൊന്നും അറിയാത്തവണ്ണം വളരെ രഹസ്യമായിട്ട്, അതൊക്കെ പ്രതിരോധ രഹസ്യങ്ങളാണ്. എന്തായാലും നമ്മുടെ ഈ ശത്രു രാജ്യത്തിന് വെറും 4 ദിവസം, അതായത് 100 മണിക്കൂറിന് താഴെ മാത്രം പിടിച്ചു നിൽക്കാനുള്ള ആയുധശേഖരം മാത്രമേ കൈവശമുള്ളൂ. അവരുടെ ഓർഡിനൻസ് ഫാക്ടറികളിൽ പുതുതായിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്നാണ്. അതിൻ്റെ കാരണം സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണമാണ്. മറ്റൊരു പ്രധാന കാരണം, അടുത്ത കാലത്ത് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിച്ചല്ലോ. ഇതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നടന്നു വരികയാണ്. അപ്പോൾ ഉക്രൈനു വേണ്ടിയിട്ട് നമ്മുടെ ഈ ശത്രു രാജ്യത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആയുധങ്ങൾ, ഇത്തരത്തിലുള്ള ഈ ഷെല്ലുകൾ, ബോംബുകൾ, വെടിയുണ്ടകൾ, വിവിധ തരം തോക്കുകളിൽ ഉപയോഗിക്കാവുന്ന വെടിയുണ്ടകൾ, ഇതെല്ലാം അവർ വിറ്റു. ഈ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് അതിവിടെ നിന്ന് വലിയ തുക കിട്ടും, വലിയ സാമ്പത്തിക ലാഭമുണ്ടാകും എന്നുള്ളത് കൊണ്ട് അതൊക്കെ വിറ്റു. ആ സമ്പത്ത് ഇവിടെ കൊണ്ടുവന്ന് രാജ്യത്ത് എന്തെങ്കിലും ഉപകാരപ്രദമായ രീതിയിൽ ചെലവഴിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അത് വീണ്ടും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഫണ്ട് ചെയ്യാനായിട്ടാണ് അതൊക്കെ ഉപയോഗിച്ചത്. ഇപ്പോഴെന്താ, കൈവശം ആയുധങ്ങളുമില്ല, പണവുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഈ രാജ്യം. നമ്മളോട് വലിയ വെല്ലുവിളിയൊക്കെ മുഴക്കി, ആണവായുധം പ്രയോഗിക്കും, ഇപ്പോൾ തീർത്തുകളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എന്തായി? വെറും 4 ദിവസം പിടിച്ചു നിൽക്കാനുള്ള ആയുധശേഖരം മാത്രമേ അവരുടെ കൈവശമുള്ളൂ എന്നത് രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇൻ്റർനാഷണൽ മീഡിയ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നമ്മെ സംബന്ധിച്ച് അതൊരു ശുഭവാർത്തയാണ്, നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ്. കാരണം നമ്മുടെ ശത്രു എത്രയും വേഗത്തിൽ കീഴടങ്ങുമോ അത്രയും നല്ലത്. ഏത് രാജ്യവും അതാണ് ആഗ്രഹിക്കുന്നത്. അധികം രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാതെ, വലിയ ആൾനാശം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ശത്രുവിനെ കീഴടക്കുക എന്നുള്ളത് ഏത് രാജ്യത്തിൻ്റെയും യുദ്ധതന്ത്രങ്ങളിൽ പെടുന്നതാണ്. അതുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഈ വാർത്തയിൽ വളരെയധികം സന്തോഷിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ ഓർഡിനൻസ് ഫാക്ടറികളിൽ പുതിയ ആയുധം നിർമ്മിക്കാൻ ഉത്തരവ് നൽകിയിട്ടും അത് നിർമ്മിക്കാൻ ആവശ്യമായ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളൊക്കെ വാങ്ങണമല്ലോ, വെടിമരുന്നും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അതിന് പോലും ഇന്ന് കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഈ ശത്രു രാജ്യം കടന്നു പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ സൈനികർ സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് പിന്തിരിയുന്നത്. ഇന്ന് ഒരു സംഘർഷമുണ്ടായാൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് മറ്റാരെക്കാളും അവിടുത്തെ സൈനികർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സൈന്യം വലിയ തോതിൽ ഭീതിയിലാണ്, അവർ പ്രതിരോധത്തിലാണ്. ഒരു ആക്രമണം നടത്താൻ തക്കവണ്ണമുള്ള ശേഷി അവർക്കില്ല എന്ന് അവിടുത്തെ സൈനികർക്കും സൈനിക മേധാവികൾക്കും അറിയാം.
അതുകൊണ്ട് തന്നെ അവർ വലിയ തോതിൽ യുദ്ധമുഖത്ത് നിന്ന് സംഘർഷമുഖത്ത് നിന്ന് പിന്തിരിയുന്നു. എന്തായാലും വളരെ ദാരുണമായ അത്യന്തം നിർഭാഗ്യകരമായ സംഭവങ്ങളിലൂടെയാണ് നമ്മുടെ അതിർത്തി കടന്നു പോകുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് വളരെയധികം ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ മനക്കരുത്ത് കൂട്ടുന്ന വാർത്തയാണ് തൊട്ടയൽപക്കത്ത് നിന്ന് കേൾക്കുന്നത്. അവർ വലിയ തോതിൽ പ്രതിസന്ധിയിലാണ്. വേണ്ടത്ര ആയുധങ്ങൾ പോലും കൈവശമില്ല. പിന്നെ എങ്ങനെ നമ്മളോട് പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോഴിതാ നമ്മൾ നദിയിലെ വെള്ളമൊക്കെ ഡാം ഉപയോഗിച്ച്, തടയണകൾ ഉപയോഗിച്ച് നമ്മൾ വെള്ളം കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരികയാണ്. ഇത് വലിയ തോതിൽ അവിടെ കാർഷിക പ്രതിസന്ധിയും സൃഷ്ടിക്കുമെന്ന് തീർച്ചയാണ്. അതോടുകൂടി ഒരു വശത്ത് കാർഷിക പ്രതിസന്ധിയും മറുവശത്ത് സൈന്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങളില്ലാത്തതും സൈന്യത്തിന് ആത്മവിശ്വാസമില്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാം കൂടെ ചേർന്ന് അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാനോ ഏതെങ്കിലും ഒരു രാജ്യത്തോട്, നമ്മളോട് മാത്രമല്ല ഏതെങ്കിലും ഒരു രാജ്യത്തോട് ഇപ്പോൾ ഒരു സംഘർഷത്തിന് പോകാനോ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് വ്യക്തമാണ്. എന്തായാലും ഈ പീരങ്കി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ അവരുടെ കൈവശമുണ്ട്. പക്ഷെ അതിലേക്ക് ഉപയോഗിക്കേണ്ട ഷെല്ലുകളും ഈ വെടിക്കോപ്പുകളും ആണ് അവരുടെ കൈവശം ഇല്ലാത്തത്. അത് ഇനി ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പവുമല്ല. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ് അതൊക്കെ. അത്തരത്തിൽ വലിയ തോതിൽ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ ഒക്കെ നിർമ്മിച്ചെടുക്കണമെങ്കിൽ സമയവും വേണം, അതിന് സമ്പത്ത് വേണം, അസംസ്കൃത വസ്തുക്കൾ വേണം. ഇതൊന്നും ആ രാജ്യത്ത് ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ആയുധം വെച്ച് കീഴടങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ആ രാജ്യം. അവർ ദയയ്ക്ക് വേണ്ടി പലരുടെയും വാതിലുകൾ മുട്ടുന്നു. അറബ് രാജ്യങ്ങളോട് സഹായം ചോദിക്കുന്നു, അവർ മുഖം തിരിക്കുന്നു. അമേരിക്കയോട് പുറകെ നടന്ന് കെഞ്ചുന്നു, അമേരിക്ക കേട്ട ഭാവം നടിക്കുന്നില്ല. റഷ്യയുമായിട്ട് പണ്ടേ ശത്രുതയിലാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ വാതിലിൽ ചെന്ന് മുട്ടുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ പല രാജ്യങ്ങളിലുമുള്ള അവരുടെ വിദേശ നയതന്ത്ര പ്രതിനിധികൾ അവിടെയൊക്കെ ഇരുന്ന് വീരവാദം മുഴക്കുകയാണ്. ഞങ്ങളെ തൊട്ടാൽ തൊട്ടവനെ തട്ടും, ആണവായുധം പ്രയോഗിക്കും എന്ന ഭീഷണിയാണ് മുഴക്കുന്നത്. ആണവായുധം പ്രയോഗിക്കുമെന്ന് കേട്ടാൽ ലോകരാജ്യങ്ങളെല്ലാം നടുങ്ങും. അയ്യോ, ആണവായുധം പ്രയോഗിക്കാൻ പോകുന്നു, അയ്യോ അണവായുധം പ്രയോഗിക്കരുതേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവരുടെ കാല് പിടിക്കും എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. എന്തായാലും ആണവായുധം ഒന്ന് പ്രയോഗിച്ച് നോക്കട്ടെ, അപ്പോഴറിയാം അതിൻ്റെ ദുരിതം, അതിൻ്റെ അനന്തര ഫലം എത്ര ഭയാനകമായിരിക്കും എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടും. എന്തായാലും ഒരു കാര്യം, ഈ ഉമ്മാക്കിയൊന്നും കണ്ട് ഭാരതം ഭയപ്പെടില്ല. ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ഇതൊന്നും ഭാരതത്തിൻ്റെ അടുത്ത് ചിലവാകില്ല. വെറും 4 ദിവസം പിടിച്ചു നിൽക്കാനുള്ള ത്രാണി പോലും ഇല്ലാത്ത ഒരു രാജ്യം ആണ് ഇത്തരത്തിൽ വലിയ വീരവാദങ്ങളും വെല്ലുവിളികളും ഒക്കെ മുഴക്കുന്നത്. ഈ എന്താ പറയുക, ആനവാരി രാമൻ നായരെ പോലെയും എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെയുമുള്ള പഴയ ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ അയൽ രാജ്യം ഇപ്പോൾ. എന്തായാലും ലോകരാഷ്ട്രങ്ങളെല്ലാം കൈയൊഴിഞ്ഞു. കൈവശമാണെങ്കിൽ ഒരു കോപ്പുമില്ല, എന്നാലും വീരവാദത്തിന് കുറവില്ല. അതിൻ്റെ പേരാണ് പാകിസ്ഥാൻ.